അണ്ണാ മുടിപ്പുര അമ്മച്ചിയുടെ അർച്ചന ആയുരാരോഗ്യ സൗഖ്യത്തിന് അണ്ണൻ്റെ. നീ ഇന്നലെ പോയില്ലേടി? പോയണ്ണ, കാലത്ത് തന്നെ എണീറ്റ്. അണ്ണ ഒരു കാര്യം പറഞ്ഞാൽ അത് പിന്നത്തേക്ക് വയ്ക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്തിനു പറഞ്ഞു? എല്ലാം കാലത്തെ പറഞ്ഞ് ശരിയാക്കാന്ന് അല്ലേ ചേച്ചി? ചേച്ചിയോട് ചോദിച്ചോദിക്കണ്ണ. കാപ്പിയോട് ഇവനോട് കടുപ്പിക്കണോ? ഇത്തിരി. പ്രസാദം. ഈ വീടും വീടും എല്ലാം കൂടെ ഒരു 19% ആണോ അല്ലേ അണ്ണ? എന്ത് നോട്ടം ഉണ്ടോ? ഇല്ലണ്ണ, വെറുതെ ചോദിച്ചാ. കുടിക്കും. തണുപ്പായണ്ടാണെന്ന് തോന്നുന്നു, ചെറിയൊരു വിറയില്. അണ്ണൻ്റെ നാളെ ആവിട്ടോണല്ലേ അണ്ണ? ഭാഗ്യത്തിന് നമ്മൾ മുന്നാളല്ല, ദേഷ്യം ഒരുപാട് നിൽക്കൂല. എൻ്റെ നാളെ ചോദ്യമാണെണ്ണ. ചോദിച്ചു പഠിക്കുന്നാടേ. എന്തരണ്ണ? പേര് വെട്ടണ്ടേ? ഓ വെട്ടണോ അണ്ണ, വെട്ടണം. എന്നാ തടി. ഓ ആണ്ടാണ്. കൊച്ചു പിള്ളേരെ മനസ്സാണല്ലേ ചേച്ചി, പെട്ടെന്ന് കലിഞ്ഞു. പ്രാർത്ഥിക്കണേ ചേച്ചി. ചെല്ല്. ഓ എൻ്റെ മുടിപ്പൊരു അമ്മച്ചി. അണ്ണന് കാല് കഴിക്കണമെങ്കിൽ ഞാൻ ചവിട്ടണ്ണ. വേണ്ട, ഞാൻ ചവിട്ടിക്കോളാം. ഇപ്പൊ തോന്നുന്ന അണ്ണ നേരത്തെ അങ്ങ് വന്ന് കണ്ടാൽ മതിയണ്ണ. അടി അടി ചേച്ചി വാ, പിടി പിടി. നമ്മൾ ചെല്ലുമ്പോഴേക്കും അടി തീരുവാടാ. ഇല്ലെന്നേ, നമുക്ക് പുറകിന് കയറാം. കുറച്ച് എണ്ണ വയ്ക്കും. ആ പോവല്ലേ. അടി അടി അടി. ആ പോലെ പോലെ തിരിച്ചു വാ, അടി നടക്കാൻ പോണു. അറിഞ്ഞാടി അമ്മണിക്ക് കുഞ്ഞു കുഞ്ഞിനെ കിട്ടിയെന്ന്. അവനെ അടിച്ച് പിരിക്കും. അസ്ഥിവേദന, സന്ധിവേദന, പേശിവേദന, നാഡീതളർച്ച എന്നുവേണ്ട മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഏതു വിധത്തിലുള്ള അസ്വസ്ഥതയ്ക്കും അത്ഭുത ഔഷധമാണ് എന്റെ ഈ മരുന്ന്. വരുവിൻ 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 വാങ്ങുവിൻ. ഈ അത്ഭുത ഔഷധത്തിന്റെ ഗുണങ്ങൾ തിരിച്ചറിയാനുള്ള അവസരം പാഴാക്കാതിരിക്കുവിൻ. ആവശ്യമുള്ളവർ പോന്നാൽ മതി. ഞാൻ എന്റെ വണ്ടിയെ കാണും. അണ്ണ ഞാൻ പോയി പേര് വെട്ടിട്ട് വരാം. എല്ലാരും മാറില്ലേ? ഞാൻ എന്റെ പേര് വെട്ടാൻ പോവാണ്. ഡമണിയാ എന്താ ചുമന്ന പെയിന്റ് പിടിച്ചു? ആരും എന്റെ പേര് ഞാൻ വെട്ടിക്കോളാം. ഞാൻ തന്നെ വെട്ടിക്കോളാം. ആണ് പറയണ ഞാൻ വെട്ടാന്ന്. എന്തൊരെണ്ണ എന്റെ പേര് ഞാൻ വെട്ടാമ്മ? എടാ അതൊക്കെ ചെവിക്കലൂടെ അടി മേടിച്ചോമാര്. ഇത് ആണുങ്ങളുടെ ഇടപാടാണ്. എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. അണ്ണ പോയി വരട്ടെ അണ്ണ. മാറിണ്ട അലിക്കറി പിടിക്കും. എന്റെ മുടിപ്പുര അമ്മച്ചി. എങ്കി അവൻ തന്നെ വെട്ടട്ടെ അല്ലേ അണ്ണ? എന്നാ കുഴപ്പമില്ലണ്ണ, ഞാൻ തന്നെ വെട്ടാം. എല്ലാം അണ്ണന്റെ ഇഷ്ടം. അടി കഴിഞ്ഞ? ഓ ഇല്ല, സംസാരിച്ചു തീർത്താ? ഓ ആ രമണിയാണ്. അമണിയാണ് തന്നെ. എല്ലാരും ഒന്ന് പറയല്ലേ പറയൂ. കേട്ടോമാരായി പോയില്ലേ? സ്ഥലത്തുണ്ടല്ലോ ആവശ്യം പോലെ. ഇത് പറയുന്നെത്തുമായിരുന്ന. അയ്യോ, ഒരു കുഞ്ഞേ വെട്ടിയുള്ളൂ. ഒരു കുഞ്ഞൂടെ ബാക്കിയുണ്ടല്ലേ അണ്ണ? ഇത് ഞാൻ പറയാതെ വെട്ടിയ അണ്ണ. അപ്പൊ നമ്മള് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർത്തതാ. വീട്ടുകാരല്ലടേ, നാട്ടുകാർ കാണണ്ടേ? ഓ മതിയാ പല്ല് വരാനാ. മതി 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 അണ്ണ മതി. ഇനി അടിച്ചവൻ ചത്തു. നാട്ടിലൊന്ന് മതി എന്ന് പറ. മതി അമ്മണി, മതി അടിച്ചവൻ മതി. ബാക്കി കുഞ്ഞിനെ അങ്ങ് വച്ചോളഞ്ഞേര്. അത് ഞാൻ ബാക്കി മാറല്ല.
മാന്യ മഹാജനങ്ങളെ, ഉളുക്ക്, ചതവ്, ഒടിവ്, വേദന മാത്രമല്ല കൈപ്പത്തി കൊണ്ട് കരണത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നീര്, മൂളക്കം, തരിപ്പ് എന്നിവയ്ക്കും അത്യുത്തമമാണ് എന്റെ ഈ മൈലെണ്ണ. ഇത് വാങ്ങുവിൻ. എന്റെ മുടുപ്പൊരമ്മച്ചി. ചെറിയൊരു കനപ്പേ ഉള്ളു കേട്ടാ, പുറത്തൊന്നും അറിയാൻ പോണില്ല. സാരി പിടിച്ചങ്ങിട്ടാ മതി. ഓ എല്ലാവർക്കും അറിയാവുന്നുള്ളതന്നെയല്ലേ. ഒന്നോർത്ത അമ്മണി അണ്ണ എന്ന് കണ്ടോണ്ട് കൊച്ചിന്റെ തന്തയുടെ കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം വരില്ല. നിനക്കൊരു കുലുക്കമില്ലല്ലോടി. പക്ഷെ നിങ്ങളൊന്നും കുലുങ്ങിട്ടുണ്ട്. എനിക്കോ യോഗം ഇല്ലാതെ പോയി. നിനക്കുണ്ടായപ്പോ ഇങ്ങനെ. പെണ്ണെ, നിന്റെ മനസ്സിലൊരിളക്കം തട്ടിയ അത് കൊച്ചിനാണ് കേട്. അതാണ് എൻ്റെ ഒരു വേവലാതി. ഇനി അങ്ങനെ തന്നെ കെട്ടില്ലെങ്കിലും എൻ്റെ വയറ്റിൽ കൊടുത്തതിനൊരു കേട് വരാനും ഞാൻ സമ്മതിക്കില്ല. അത് ചേച്ചി പേടിക്കണ്ട. അതങ്ങനെ അല്ലടി. സംബന്ധം മുടങ്ങി അത് ശരിയാകത്തില്ല. അതുമല്ല, ഒടുക്കം പഴി മൊത്തം അണ്ണന് വരും. ഇപ്പൊ ചുമന്ന് നടക്കുന്നവനൊക്കെ തിരിഞ്ഞു നിൽക്കും. കല്യാണം മുടങ്ങല്. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. സാരി വെച്ചേരെ. ചേച്ചിയുടെ പെട്ടി വെച്ച നല്ല കൈതപ്പൂവിൻ്റെ മണം വരും. ചിലപ്പോൾ അണ്ണന് നിർബന്ധമാണ് കൈതപ്പൂവിൻ്റെ മണം വേണമെന്ന്. ഇതെടുത്താ പൊടിയനോ അത് ശീലമാവേ. ഒന്ന് പോ പെണ്ണുമ്പുള്ളേ. ഡീ, നീ അവനെ കണ്ടായിരുന്നോ? എവിടാന്ന് പറഞ്ഞാണ്? നീയൊന്ന് നോക്ക്. നിന്റെ വയറ് കാണുമ്പോ അവന്റെ മനസ്സൊന്ന് മാറിയാലാ. നിന്റെ അപ്പോഴത്തെ പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നായിരുന്നു. അവര് എന്നടേ പോയത്. അപ്പോൾ ആ ഗോപിയാണ് പറഞ്ഞത് നാട്ടുകാരനല്ലേ നാളെയും കാണേണ്ടതല്ലേ എന്ന്. പിന്നെ അവൻ പറഞ്ഞാൽ എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി. അയ്യോ അയ്യോ. ഡേയ്, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് മലബന്ധം വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. നിനക്കാ? പക്ഷെ എനിക്ക് വന്നു. 3-4 ദിവസത്തെ ഒരു പെടാപ്പാടിന് ശേഷം അവസാനം ഒരു പോക്കുണ്ട്. സ്വർഗം കിട്ടിയ പോലെയാണ്. അമ്മിണിയണ്ണൻ്റെ അടി കൊണ്ടതിന് ശേഷം ആ ഒരു സുഖം വരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-25 പേര് കാണും. കാലത്തെ അല്ലേ, നേരത്തെ അല്ലേ ഇരുന്ന. അതൊക്കെ പക്കിക്ക് കൊണ്ടപ്പോഴായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 4 പേര്. അയ്യോ അയ്യോ. എന്ത് വില കൊടുത്താലും ശരി, കോടിയണ്ണൻ്റെ കല്യാണം നമ്മൾ മുമ്പ് നടത്തി കൊടുക്കണം തന്നെ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സമ്മതത്തിന് മുമ്പ് അവനെ നമുക്ക് അടി മേടിച്ചു കൊടുക്കണം. എന്താ പറയണം? കൊടു. ഞാൻ റെഡി. കൊറ. പേടിച്ചാ? നീ എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ കൂടെ ആര് പറഞ്ഞു? മണത്ത് വന്ന്. ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ അങ്ങേരക്ക് ഞൊട്ടാൻ പോയത് എന്തിന്? പേടി നമ്മുടെ ആർക്കും. വാ, അങ്ങനെയാണെങ്കിൽ വന്ന് അടിച്ചു തീർക്ക്. നിങ്ങൾ കല്യാണത്തിന് വരുവോ ഇല്ല? അങ്ങയുടെ അടി കൊണ്ടിട്ട് നിങ്ങൾ കെട്ടത്തുമില്ല. നിങ്ങളെ അടിക്കാതെ അയാൾ കല്യാണത്തിന് സമ്മതിക്കത്തുമില്ല. ഇപ്പൊ ഞാൻ എന്തിനു വേണം? നിങ്ങൾ കെട്ടില്ലെങ്കിൽ ഞാൻ പെറും. കൊച്ചിനെ ഞാൻ വളർത്തും. എന്തിനടി വയറ്റിലുണ്ടാക്കിയിട്ട് കടന്നു കളയാൻ പൊടിയും പറ വരപ്പാളിയാണെന്ന് വിചാരിച്ച?
അങ്ങനെ നീ ഒറ്റയ്ക്ക് കൊണ്ട് ഉണ്ടാക്കണ്ട. ഈ ചോണ അങ്ങേരുടെ അടുത്ത് നിന്ന് കാണിക്കാത്ത കാണിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നും അല്ല. വേണേ അങ്ങനെ അന്ന് രാത്രി അവിടെ ഇട്ട് തീർക്കായിരുന്നു. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അല്ലെ തന്നെ ഞാൻ എന്തിനു ചെയ്തിട്ടാണ്? ഞാൻ നിന്നെ കാണാൻ വന്നതിന് അങ്ങേർക്ക് എന്തിനാണ്? മൊത്തം തുടങ്ങി വെച്ച അങ്ങേരാണ്. എന്നിട്ടിപ്പോ നാട്ടുകാർക്കൊക്കെ അങ്ങേര് പറയണതാണ് ബല. അടിക്കൂന്ന് ഒരുത്തൻ, അടി കൊള്ളത്തില്ലെന്ന് മറ്റോൻ, പെണ്ണാണെ വയറ്റെണ്ണി. ഇതിപ്പോ എവിടെ ചെന്ന് തീരുവോ എന്തോ. അമ്മനെയാണ് ഈ സമയത്ത് നയണമെന്ന എന്റെ ഒരു പക്ഷം. ആദ്യം സംബന്ധം നടക്കട്ടെ. അടിക്കാനും ഇടിക്കാനും ഒക്കെ ഇനി സമയമുണ്ടല്ലോ. മനുഷ്യനിവിടെ കളക്കി അങ്ങനെയാണെങ്കിൽ നല്ല സാമ്പാർ കൂട്ടും. സാമ്പാർ വയ്ക്കാൻ പൊന്തമുള്ള കഴിഞ്ഞുള്ളൂ. കല്യാണത്തിന് ഗംഭീരമായി. നീ സാമ്പാർ കുറെ കൂട്ടും. അതിന് നമ്മളിപ്പോൾ സമ്മതിച്ചാലല്ലേ പറ്റൂ. നീ തരാതരം കൂറുമാറുന്നവന്മാരോടെ കിടക്കണോണ്ട് തോന്നണത്. എടി തല്ലുകൊള്ളാൻ വൈകാമെന്നും കെട്ടണ്ടടി. അല്ലെ തന്നെ അമ്മണിയെണ്ണം അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയിട്ട് വെളി വരൂലേ? നാണം കേട്ടോ. അല്ല അമ്മണിക്ക് ഇനി അവനെ അടിക്കണോന്നൊന്നും ഇല്ലെന്നാണ് എന്റെ സംശയം. അടിച്ചില്ലെങ്കിൽ കല്യാണം മുടങ്ങും. പെണ്ണവിടെ നിൽക്കും. പെണ്ണിന്റെ വയറ് നാളിക്കാളി വീർത്ത് വീർത്ത് വരെയാണ്. അവനൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു. അല്ലടി എന്റെ ഒരു സംശയമാണ്. അമ്മണീര് അവിടെ കയറി ഇറങ്ങി നടന്ന പെണ്ണല്ലേ? അപ്പൊ അവനൊരു കൊതി തോന്നിയാ കുറ്റം പറയാൻ പറ്റുമോ? കൊച്ചവന്റെ തന്നെ എന്തൊരു ഉറപ്പ് ചേച്ചി. ആ സംശയം ഇനി പൊടിയനുണ്ടെങ്കിലാ. അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്ര വൈരാഗ്യം തരുന്ന അമ്മണീരുടെ അടുത്ത്. അതൊക്കെ തന്നെ ഈ പ്രശ്നത്തിന് എത്രയും കാരണം. താൻ എന്തിനാണ് ഈ പറയണത്? ആ കാര്യത്തിൽ അമ്മയാണ് ഡീസന്റാ. അമ്മണിയുടെ പഴയ സ്വഭാവമായിരുന്നെങ്കിലേ കല്യാണം അടിയൊക്കെ പണ്ടേ നടന്ന കാര്യം അറിയാലോ. അവള് പെരയിലടാ, അവള് മച്ചിയാ. ഒരു കൊച്ചിനെ വേണമെന്ന് അമ്മണിക്ക് കാണൂലേ? അവളെന്തോ ആയിക്കോട്ടെ, അങ്ങനെ അമ്മണിക്കുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനോ അവനറിയാം. അവളൊന്ന് പറട്ട്. കൊച്ചിന്റെ മോന്ത കാണുന്ന അറിയാം. പണ്ടാറങ്ങ് കൊടിയോ വന്നില്ലെങ്കിൽ കല്യാണം മുടക്കം. പിന്നെ പെണ്ണ് പറഞ്ഞ അപ്പുറത്തോട്ട് എന്തിരിപ്പോ പ്രശ്നം? അവള് വല്ലതും പറഞ്ഞോ? കല്യാണം നടക്കുമോ കൊച്ചെ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. കല്യാണം നടക്കൂല എന്നാരാ പറഞ്ഞേ? ആ നടന്നോളൂ. നടക്കണം. നടന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കാൻ ഞാൻ കാണൂല. ഡി വസന്തിയുടെ അതുണ്ട്. എന്തൊരു ചേച്ചി? നിനക്ക് ഈ ലോപ്പസിനെ അറിയാമോ? പനിപ്പിള്ളച്ചന്റെ മോയ്. അറിയാം. എന്തിരി? അവനെയും കൂട്ടുകാരെ എനിക്കൊന്ന് കാണണം. എന്തിനാണ് കാണുന്നത്? അതറിഞ്ഞാലേ നീ പറയുള്ളോ?